गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। कुजलं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ആദ്യമായിട്ട് എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും പ്രണാമം. അതുപോലെ തന്നെ ഇവിടെയിരിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും എൻ്റെ ഗീതമായ നമസ്കാരം. ഈ ക്ഷേത്ര സന്നിധിയിൽ ഈ കർക്കിടക മാസം രാമായണ മാസത്തിൽ രാമായണത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടും എൻ്റെ പൂർവ്വജന്മ പുണ്യവുമായി ഞാൻ കരുതുന്നു. നമുക്കറിയാം, ഈ കർക്കിടക മാസം രാമായണ മാസം എന്ന പേരിൽ രാമനാമോച്ചാരണങ്ങളിലൂടെയും രാമായണ പാരായണത്തിലൂടെയും ഭക്തിസാന്ദ്രമാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ അവസരത്തിൽ രാമായണത്തിൻ്റെ ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും അതിനെക്കുറിച്ച് ജീവിത തത്വങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. രാമായണം എന്ന മഹത്തായ കൃതി ആദികാവ്യം എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ആദികാവ്യമാണ് രാമായണം എന്ന് പറയപ്പെടുന്നത്. രാമായണം രാമന്റെ കഥയാണ്. രാമൻ ആരാണെന്ന് നമുക്കറിയാം. രമയിതു ഇതി രാമ. നമ്മളുടെ ഉള്ളിലെല്ലാം ആനന്ദം ഉളവാക്കുന്ന ആളാണ് രാമൻ. രാമചന്ദ്രൻ എന്ന് പറയും. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ പ്രകാശിക്കുന്നത്, രാമൻ എന്ന് പറയുമ്പോൾ ആനന്ദം ഉളവാക്കുന്നത്. നമ്മളുടെ ഉള്ളിലെല്ലാം എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് പ്രകാശിപ്പിക്കുന്ന ആ ജ്യോതിയെയാണ് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. നമ്മൾ രാമായണ കഥ വായിക്കുമ്പോൾ വിവേകം, വൈരാഗ്യം എന്നീ രണ്ട് ചിറകുകൾ, വെറും ചിറകുകളല്ല, സുവർണ ചിറകുകൾ, ആ ചിറകുകളിലൂടെ പക്ഷികൾ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് പോലെ ആധ്യാത്മിക ലോകത്തിലേക്കും നമുക്ക് ഉയർന്ന് പറക്കാൻ സാധിക്കും. അതാണ് നമുക്ക് രാമായണത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കുന്നത് പോലെ, വളരെ ഉയരങ്ങളിൽ എത്തുന്നത് പോലെ ആത്മീയമാകുന്ന ആകാശത്തിലേക്കും നമ്മൾക്ക് വളരെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അതിന് എന്ത് വേണം? നമുക്ക് അനുഗ്രഹം വേണം. ആരുടെ അനുഗ്രഹമാണ് വേണ്ടത്? നമ്മൾക്ക് ജന്മം തന്ന നമ്മളുടെ മാതാവിൻ്റെ അനുഗ്രഹവും വാത്സല്യവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്ന് നമ്മളെ നയിപ്പിക്കുന്ന പിതാവിൻ്റെ നിർദ്ദേശം, സഹോദരങ്ങളുടെ പരസ്പര സ്നേഹം, സേവകന്മാരുടെ സമർപ്പണം, ഗുരുക്കന്മാരുടെ കടാക്ഷം, മിത്രങ്ങളുടെ സൗഹൃദം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? വാസ്തവത്തിൽ നമ്മുടെ കലിയുഗത്ത് നമുക്ക് ഇതൊന്നും കാണാനേ കഴിയുന്നില്ല. ഇതെല്ലാം നമുക്ക് രാമായണത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ രാമായണത്തിലുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? രാമായണം എന്ന് പറയുന്നത് മനുഷ്യരുടെ മാത്രം കഥയല്ല. അതിൽ വാനരന്മാരുണ്ട്, പക്ഷികളുണ്ട്, ജടായു, സമ്പാദി പോലെയുള്ള പക്ഷികളൊക്കെയുണ്ട്. പ്രകൃതി, സമസ്ത പ്രകൃതിയെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ രാമായണ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാമായണത്തിന്റെ സൗധം പണിതുയർത്തുന്നത് മനുഷ്യർ മാത്രമല്ല പങ്കാളികളാകുന്നത്, സമസ്ത പ്രകൃതിയും അതിൽ അണിനിരക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. രാമായണം വെറുതെ വായിക്കാൻ ഉള്ള ഒരു കൃതിയല്ല, അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളൊരു കൃതിയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ രാമായണം നിർബന്ധമായും പഠിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം? രാമായണം പഠിക്കുന്നതിലൂടെ
വായിച്ച് പഠിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ നല്ലൊരു ശതമാനം ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങളെയും അതിലെ കഥകളുടെ ഓരോ തത്വങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് പകർത്താൻ കഴിയുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കും. അത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കണം എന്ന് അതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസമാണ്. അതീവ ദുഃഖങ്ങളിലൂടെയാണ് നമ്മൾ ആ സമയത്ത് കടന്നു പോകുന്നത്. പ്രകൃതിയൊക്കെ പ്രക്ഷുബ്ധമായി, അന്തരീക്ഷത്തിലൊക്കെ വിഷക്കാറ്റുകൾ നിറഞ്ഞിരിക്കും. പിന്നെ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ രാമായണം ഈ കർക്കിടക മാസത്തിൽ അതിൻ്റെ രക്ഷ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാമായണം ഈ കർക്കിടക മാസത്തിൽ വായിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ദേവന്മാർക്ക് ഇത് സന്ധ്യാകാലമാണ്. നമ്മൾക്ക് എങ്ങനെയാണ് 24 മണിക്കൂർ എന്ന് പറയുന്നത് രാത്രിയും പകലുമാണ്. പക്ഷേ ദേവന്മാർക്ക് ഇത് രാത്രി മാത്രമാണ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവർ സദാസമയവും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവന്മാരുടെ ഒപ്പം മനുഷ്യർക്ക് വെക്കുന്നതിന് വേണ്ടിയാണത്രേ നമ്മൾ സ്വരത്തോട് സ്വരം ചേർന്ന് ഈ കർക്കിടക മാസത്തിൽ രാമായണം പാരായണം ചെയ്ത് എന്ന ഒരു ഐതിഹ്യം. പിന്നെ ഈ വാൽമീകി മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വാൽമീകി എന്ന് പറയുമ്പോൾ വാൽമീകിയിലൂടെ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഏതൊരുവനാണോ രാമനാമജപത്തിലൂടെ അല്ലെങ്കിൽ നാമജപത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടുന്നത് അവൻ പരമജ്ഞാനിയായിരിക്കും. അതാണ് നമുക്ക് വാൽമീകിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അദ്ദേഹം രത്നാകരനായിരുന്ന സമയത്ത് കാട്ടിലൂടെയുള്ള ആളുകളെയൊക്കെ പിടിച്ചു വലിക്കുക, വസ്തുക്കളൊക്കെ പിടിച്ചു വലിക്കുക, കൊള്ളയടിക്കുക, കൊല ചെയ്യുക, അഴിഞ്ഞാട്ടിൽ നിന്നൊക്കെ മോഷ്ടിക്കുക, അങ്ങനെയുള്ള വളരെ ദുഷ്ടമായ പ്രവൃത്തികൾ ചെയ്തിട്ടായിരുന്നു അത്രേ കാട്ടിലൂടെ ജീവിതം നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് അദ്ദേഹം സപ്തർഷികളെ കാണാൻ കഴിയുന്നത്. ഈ രത്നാകരൻ എങ്ങനെയാണ്, ആരെ കണ്ടാലും അവരിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കണം, എടുക്കണം എന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. അത് കാരണം അദ്ദേഹം ചിന്തിച്ചു, സപ്തർഷികൾ എന്ന് പറയുമ്പോൾ 7 പേരുണ്ടല്ലോ, ഒരാളല്ലോ, എന്തെങ്കിലും നമുക്ക് സപ്തർഷികളിൽ നിന്ന് പിടിച്ചു വാങ്ങി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം രത്നാകരൻ സപ്തർഷികളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് സപ്തർഷികൾ ഇങ്ങനെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്നു. എന്നിട്ട് സപ്തർഷികൾ പറഞ്ഞു, പിടിച്ചു വരയ്ക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ അവരൊരു ചോദ്യം ചോദിച്ചു രത്നാകരനോട്, നീ ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? കൊടും പാപമാണ് നീ ചെയ്യുന്നത്. ആൾക്കാരുടെ കയ്യിൽ നിന്ന് വസ്തുക്കൾ പിടിച്ചു വരയ്ക്കുക, അവർക്ക് കൊല ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് കൊടും പാപമാണ്. നീ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ രത്നാകരൻ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ അധർമ്മം ചെയ്യുന്നതാണല്ലോ കാണുന്നത്. നമ്മൾ ചിലപ്പോൾ രത്നാകരനെ പോലെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി അധർമ്മം ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ശരി, നീ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ പാപം അനുഭവിക്കാനും ആ ഭാര്യയും മകളും ബാധ്യസ്ഥരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രത്നാകരൻ പറഞ്ഞു, ശരി, അതെ, ആ ഭാര്യയും മക്കളും അതിന് തയ്യാറാവും. കാരണം ഞാൻ പറഞ്ഞതിനപ്പുറം അവർ നടക്കില്ല, എനിക്കൊരു സംശയവുമില്ലായിരുന്നു. അപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, എന്തായാലും നീ വീട്ടിൽ പോയിട്ട് ഒന്ന് ചോദിച്ചിട്ട് വേണം, ഭാര്യ മക്കളോട് ചോദിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രത്നാകരൻ വീട്ടിലെത്തി ഭാര്യയോട് മക്കളോട് ചോദിക്കുകയാണ്, ഞാൻ ഈ പാപമൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണല്ലോ, അപ്പോൾ അതിൻ്റെ പാപഭാരവും ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രത്നാകരൻ ഭാര്യ പറയുകയാണ്, കർത്താവ് ചെയ്യുന്ന കർമ്മഫലം കർത്താവ് തന്നെയാണ് അനുഭവിക്കുന്നത്. അവരവർ ചെയ്യുന്നതിൻ്റെ കർമ്മഫലം അവരവർ തന്നെയാണ് അനുഭവിക്കുന്നത്. നിത്യവും ചെയ്യുന്ന കർമ്മഫലം കർത്താവിൽ മറ്റുള്ളവർ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരും. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം. ഞങ്ങൾ തയ്യാറാകില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആകെ തിരിച്ചു നോക്കി രത്നാകരൻ ഈ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട്. കാരണം എന്താണ് അദ്ദേഹം വിചാരിച്ചത്, ഈ ഭാര്യ ഇതിനെല്ലാം തയ്യാറാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പാപഫലം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞു. എന്തായാലും കുറ്റബോധത്തോടുകൂടി ഈ സപ്തർഷികളുടെ അടുത്തേക്ക് വരികയാണ് രത്നാകരൻ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭാര്യ മക്കളും പാപഭാരം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല. എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, എനിക്ക് ഇതിനുള്ള പശ്ചാത്താപം ചെയ്യണം, എനിക്ക് എന്തെങ്കിലും മുക്തിമാർഗം പറഞ്ഞു തരും എന്ന് പറയുകയാണ്. അപ്പോൾ സപ്തർഷികൾ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് ഇതിനുള്ള മുക്തിമാർഗം ഞങ്ങൾ പറഞ്ഞു തരാം.
എന്ന് പറഞ്ഞു. എന്നിട്ട് 2 മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 2 മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് നീ രാമനാമം രാമ 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 എന്നുള്ള നാമം ജപിക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ ദുഷ്ടത്തരങ്ങളും കള്ളത്തരങ്ങളും ചെയ്യുന്ന ഈ രത്നാകരന് ഇതൊന്നും വായിൽ വരുന്നില്ല, തപസ് ചെയ്യാനൊന്നും അറിയില്ല, ഈ പിന്നെ രാമനാമം ജപിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞ് എനിക്കിതൊന്നും അറിയില്ല. എന്നാൽ ശരി, ഈ ഒരു കാര്യം ചെയ്യേ, രാമായണത്തിൽ തിരിച്ചിട്ട് മരാ മരാ എന്നുള്ള മന്ത്രം ജപിക്കാൻ പറയുകയാണ്. അപ്പോൾ വാക്ക് ജപിക്കാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഈ രാമ മരാ 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 രാമ 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 എന്നായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ആ മരത്തിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ആ രത്നാകരൻ തപസ് ചെയ്യുകയാണ്. അപ്പോൾ തപസ് ചെയ്തു തുടങ്ങി. അങ്ങനെ കുറേ അനേക വർഷക്കാലം അവിടെ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യാൻ സപ്തർഷികളൊക്കെ പോയി. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് സപ്തർഷികൾ അതുവഴി വരികയാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കുന്നു, രത്നാകരൻ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ചിതൽ കുച്ചായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോഴും രാം 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 എന്നുള്ള മന്ത്രം വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചിതൽക്കുച്ചിന് സംസ്കൃതത്തിലെ വാൽമീയ എന്നാണ് പറയുക. അപ്പോൾ വാൽമീയത്തിൽ നിന്നും ഉണ്ടായത് കാരണം വാൽമീകിയായി മാറി. അങ്ങനെയാണ് രത്നാകരൻ വാൽമീകിയായി മാറിയത്. ഇന്നലെ വരെ നമ്മൾ രത്നാകരനായിരുന്നുവെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ വാൽമീകി അഡ്മിനിസ്ട്രേഷനെ പോലെ നല്ലൊരാളായി തീരണമെന്ന് ഒരു തത്വവും കൂടി ഇവിടെ പറയുന്നു. ഇനി രാമായണം അതുപോലെ ഇതിഹാസങ്ങളുടെ ഉദ്ദേശം എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്തിനു വേണ്ടിയിട്ടാണ് അത് രചിക്കപ്പെട്ടത്? വേദാന്തകരമായ തത്വങ്ങളെ സാധാരണ ജനങ്ങളിലേക്ക്, എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് പെട്ടെന്ന് വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിക്കപ്പെട്ടത്. കഥയുടെ ആനുകൂല്യത്തോടെ തത്വങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് വേഗത്തിൽ എത്തിക്കും. കാരണം തത്വം മാത്രം പറയുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മുഷിച്ചിലേക്കും ഓരടിക്കും. അപ്പോൾ കുട്ടികൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി ഇഷ്ടമാണ്, കഥ ഇഷ്ടമാണ്. അപ്പോൾ ആ കഥയുടെ ആനുകൂല്യത്തോടെ നമ്മുടെ തത്വങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ രചിക്കുന്നത്. പക്ഷേ നമുക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കഥ മാത്രം കേൾക്കുന്നു, തത്വം കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ കർക്കിടക മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വീട്ടിലെ എവിടെയെങ്കിലും ഇരിക്കുന്ന ഷെൽഫിലിരിക്കുന്ന ഒരു രാമായണം എടുക്കുന്നു. എന്നിട്ട് ഒരു വായനയാണ്. വായിക്കുന്നവർക്കും എന്താണെന്ന് മനസ്സിലാവില്ല, അടുത്തത് കേൾക്കുന്നവർക്കും എന്താണെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു വായനയാണ്. വായിച്ചോ എന്തെങ്കിലും മനസ്സിലായോ എന്ന് മനസ്സിലായില്ല. അതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രാമായണം പുറത്തുമ്പോൾ തന്നെ രാമൻ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ സീതയെ ഉപേക്ഷിച്ചത് തെറ്റാണ്, അല്ലെങ്കിൽ ലക്ഷ്മണനെ ഉപേക്ഷിച്ചത് തെറ്റാണ്, അങ്ങനെയുള്ള ഓരോ ധാരണകളാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. അപ്പോൾ നമ്മളുടേതായ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു മാർഗമല്ല ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ. തുറന്ന മനസ്സോടെയാണ് ഇതെല്ലാം വായിക്കുകയും പഠിക്കുകയും വേണ്ടത്. അതിന് ഒരു ഉദാഹരണം പറയാം. ഒരു ഗ്ലാസ് നമ്മൾ കവഴ്ത്തി വെക്കും, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തുണ്ടാവും, നമ്മളെന്ത് പറയും, ഈ വെള്ളം നിറയുന്നില്ല എന്ന് പറയും അല്ലേ? എന്തുകൊണ്ടാണ് എന്താണ് കാരണം? അത് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കാനിട്ടല്ല, എന്താണ്, ഗ്ലാസ് കവഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ തുറന്ന മനസ്സോടെ ഈ പുരാണങ്ങളും രാമായണമൊക്കെ വായിക്കുകയാണെങ്കിൽ രാമൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ചിന്തിക്കാൻ പോകുന്നത്. രാമായണം എടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് പറയുന്നത് ഇഷ്ടദേവതാ സ്തുതിയാണ്. അനേകം ദേവന്മാരെ സ്തുതിക്കുന്നുണ്ട്, ആചാര്യന്മാരെ സ്തുതിക്കുന്നുണ്ട്, രാവണനെ സ്തുതിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഭാഗമൊക്കെ ഉണ്ട്. വളരെ ദീർഘമായിട്ടുള്ള ഒരു സ്തുതിയാണ്. അതുപോലെ തന്നെ വേദവ്യാസനെ സ്തുതിക്കുന്നുണ്ട്, വാൽമീകി മുനിയെ സ്തുതിക്കുന്നുണ്ട്, ബ്രാഹ്മണനെ സ്തുതിക്കുന്നുണ്ട്, പരമേശ്വരനെ സ്തുതിക്കുന്നുണ്ട്, ഗണപതിയെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ദീർഘമായിട്ടുള്ള ഒരു സ്തുതി. എന്തിനാണ് ഇങ്ങനെ സ്തുതിക്കുന്നത്? നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മളെ നമ്മളാക്കി മാറ്റാൻ ബോധം വരുന്ന ഒരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ നമ്മൾ സ്മരിക്കുക, ആചാര്യന്മാരെ സ്മരിക്കുക, അങ്ങനെയുള്ള പ്രവൃത്തികൾ 100% വിജയിക്കും. അതാണ് രാമായണ ഇഷ്ടദേവതാ വർദ്ധനം എന്നുള്ള ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്ന തത്വം എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ കുറഞ്ഞ ഭാഗങ്ങളിൽ നമുക്ക് വലിയൊരു തത്വമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കാരണം നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആചാര്യന്മാരെ വന്ദിക്കണം. അപ്പോൾ നമ്മൾ ഈ പ്രഭാഷണം തുടങ്ങിയത് തന്നെ ഒരു ഗുരുവന്ദനത്തിലൂടെയാണ്.
ഗുരു ബ്രഹ്മാവാകുന്നു, ഗുരു വിഷ്ണുവാകുന്നു, ഗുരു ശിവനാകുന്നു, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാകുന്നു. അങ്ങനെയുള്ള ഗുരുവിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണം നടത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആചാര്യന്മാരെ വന്ദിക്കണം എന്നുള്ള ഒരു തത്വമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് ബാലകാണ്ഡത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യമായി നമ്മളുടെ മുന്നിൽ വരുന്നൊരു ചോദ്യമാണ്, ആരാണ് രാമൻ? നമ്മളുടെ ഉള്ളിൽ പല ഉത്തരങ്ങളും തെളിഞ്ഞു. പക്ഷേ കുറച്ചെങ്കിലും നമുക്ക് സ്വീകാര്യമായ ഒരു ഉത്തരം തരുന്നത് ഉപനിഷത്തുകളാണ്. ശ്രീരാമ പൂർവതാപന്യ ഉപനിഷത്ത് എന്ന ഉപനിഷത്തിൽ പറയുന്നു, രാമൻ എന്ന് പറയുന്നത് കേവലം ഒരു മനുഷ്യനല്ല. പിന്നെ ആരാണ് രാമൻ? യോഗികൾ ഏത് അലൗകികമായ ചൈതന്യത്തെയാണോ ലഭിക്കുന്നത്, ആ ചൈതന്യത്തിൻ്റെ പേരാണ് രാമൻ. ഏറെ ഗുണങ്ങളുള്ള നദികൾ ഏത് സാഗരത്തിലേക്കാണോ ഒഴുകുന്നത്, അയാളുടെ പേരാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് നമ്മൾ രാമനെ രമിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ രക്ഷിപ്പിക്കുന്നവൻ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാമനാമം ചെല്ലുമ്പോൾ നമ്മൾക്ക് ആനന്ദം ഉണ്ടാവുമത്രേ. നമ്മൾ ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സദാസമയം ആ രാമനാമം ചെല്ലാൻ നമുക്ക് തോന്നുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. നമുക്ക് അടുത്തതായിട്ട് സീതാദേവിയെ കുറിച്ച് നോക്കാം. ആരാണ് സീതാദേവി? ലോകമായ ദേവിയാണ് സീതാദേവി. നമ്മൾ ഈ കാണുന്ന ഐശ്വര്യങ്ങളെല്ലാം എന്താണ്? സീതാദേവിയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എല്ലാ കാണുമ്പോൾ എല്ലാ സുഖങ്ങളും ഉണ്ട്, സൗകര്യങ്ങളും ഉണ്ട്, ഇതൊക്കെ തന്നെയാണ് ജീവിതം, ഈ ഐശ്വര്യങ്ങളൊക്കെ തന്നെയാണ് ലോകം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മൾ സ്ഥിരതാമസത്തിൽ വന്നവരാണ് എന്നാണ്. ആണോ? അല്ല. നമ്മൾ വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, ജനിക്കുന്നു മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു വീണ്ടും മരിക്കുന്നു. അങ്ങനെ ഒരു ചക്രം പോലെ ചാക്രികമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള മോക്ഷം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മായയ്ക്കപ്പുറം ഒരു ഈശ്വരനുണ്ട്, ആ ചൈതന്യമുണ്ട്, അതിനെ സ്മരിക്കണം. ഈ കാണുന്നതെല്ലാം മായയാണ്. പിന്നെ നമ്മൾ കാണുന്ന സുഖങ്ങളെല്ലാം മായയാണ്, ഈ ഐശ്വര്യങ്ങളെല്ലാം മായയാണ്. ഈ കാണുന്ന ഐശ്വര്യങ്ങളെല്ലാം മായയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതിലെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾക്ക് ഇന്ന് നിലനിൽക്കുമോ? അത് ഇന്നും നിലനിൽക്കില്ല. അതും ഇന്ന് നമ്മുടെ കയ്യിലാണെങ്കിൽ നാളെ അത് മറ്റൊരാളുടെ കയ്യിലാണ്, ഇന്നലെ അത് വേറെ ആരുടെയോ കയ്യിൽ. അങ്ങനെ അത് ഒരു ചിത്രം പോലെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും. ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൈവല്യോപനിഷത്തിൽ പറയും, അചിന്യം അവ്യക്തമനന്തരൂപം ശിവം പ്രശാന്തം അമൃതം ബ്രഹ്മയോഗി സമാധി മധ്യാന്ത വിഹീനവേഗം ശിവം വിഭുചിതാനന്ദമരൂപം അത്ഭുതം. ഭഗവാൻ എന്ന് പറയുന്നത് അചിന്യനാണ്, അനന്തനാണ്, സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. ഒരു പാത്രം തുറന്നു വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഒരു പുൽക്കൊടിയിലും ഒരു പേരാലിലും ആ ചൈതന്യം ഒരുപോലെയുണ്ട്, ഒരു ഗോവിലും ഒരു ശ്വാനിലും ആ ചൈതന്യം ഒരുപോലെയുണ്ട്, ഒരു ബ്രാഹ്മണനും ഒരു ചണ്ടാളിനും ആ ചൈതന്യം ഒരുപോലെയുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മളുടെ മനസ്സിനെ രഞ്ജിപ്പിച്ചുകൊണ്ട്, ചിത്തത്തെ രഞ്ജിപ്പിച്ചുകൊണ്ട് മനസ്സാകുന്ന കമലത്തിൽ വാഴുന്നു. അപ്പോൾ എവിടെയാണ് ഭഗവാനുള്ളത്? നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ മായയ്ക്കപ്പുറം ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് തോന്നിയിടത്താണ് രാമായണം പ്രസിദ്ധമാകുന്നത്. എന്തായാലും എനിക്ക് ഈശ്വര സന്നിധിയിൽ വെച്ച് ഈ രാമായണത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ അവസരം തന്ന, ഇങ്ങനൊരു പ്രഭാഷണമൊക്കെ പറയാനൊരു അവസരം തന്ന ഹിന്ദു ഐക്യവേദിക്കാരോട് എനിക്ക് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണമൊക്കെ ചെയ്യുന്നത്. അതിന് അവസരം തന്ന അവരോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാമായ ബഹുമാനപ്പെട്ട GK സാർ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഓരോന്നിനും സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ട് ധൈര്യം തരുന്നത് അദ്ദേഹമാണ്. നമ്മൾക്ക് എനിക്ക് മാത്രമല്ല ഏതൊരു സ്റ്റുഡൻറ്റിനും അവരവരുടെ കഴിവുകൾ എന്തുണ്ടോ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് GK സാറാണ്. അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കാരണം
എത്ര പറഞ്ഞാലും നന്ദി പറയാം. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ദീർഘായുസ്സോടുകൂടി ഒരുപാട് കാലം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചെറിയ വിവരം ഉള്ളിലിരുന്ന് ശ്രദ്ധപൂർവ്വം കേട്ടിരുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ശാന്തിമന്ത്രം ചൊല്ലി ഇതൊന്ന് സമർപ്പിക്കാം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രഹരണം ലങ്കാപുരീം മർദ്ദനം പശ്ചാത്താവണകുംഭകനന്ദനം ഏതസ്യ രാമായണം. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഓം ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ പൃഥ്വീ സസ്യശാലിനി. ദേശോऽयं ക്ഷോഭരഹിതः. ബ്രാഹ്മണാः സന്തു നിർഭയാः. असदो वा सद्गमय तमसो वा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ॐ शान्ति शान्ति शान्तिः. ॐ पूर्णमद पूर्णमिदं